സഫാരി ഈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഉള്ളത് കാരാപ്പുഴയാണ്. അപ്പോൾ നമ്മളൊന്ന് ലൈവായിട്ട് മീനെ പിടിച്ച് ഗ്രില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളെ കൂടെ ഉള്ളത് സൈമൻ ചേട്ടൻ. പോവല്ലേ സൈമൻ ചേട്ടാ? ആ പോവാ. മീൻ പിടിക്കാൻ പോവാണ്. മീൻ പിടിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ ഞങ്ങളൊന്ന് കയറട്ടെ. അവിടെ ഇരുന്നു എന്നാൽ മൂപ്പർക്ക് ഇവിടെ ഇരിക്കാം. ബാലൻസ് റെഡി. നിങ്ങൾ കേൾക്കും. അപ്പോൾ നമ്മൾ പോണത് ആ ലൊക്കേഷനിലേക്കാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ പോയിട്ട് തണ്ടാടിയാണിത് കുത്തിയിടാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് സൈമൻ ചേട്ടനാണ്. സൈമൻ ചേട്ടൻ എങ്ങോട്ടൊന്ന് നോക്ക്. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. നമ്മൾ നേരെ അങ്ങോട്ട് പോട്ടെ. അവിടെ വലയെറിയാം. എവിടെ? ആ സ്ഥലത്ത്. ഇതെന്ത് പങ്കായ ചേട്ടാ? ഇത് ഫൈബറിൻ്റെ വലിയ ബക്കറ്റിൻ്റെ മൂടി, പിന്നെ ഒരു മുളക് പൊടി. നീലക്കോഴി ഇട്ടോളി. നല്ല ഇത് ഏകദേശം എത്ര ആളുണ്ട് ചേട്ടാ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തിന്? ഇതിലൊരു 25 ആൾക്ക് വേണം, 30 ആൾക്ക് വേണം. അത്രേ ഉള്ളൂ അല്ലേ? ഇവിടെ വീട്ടിലൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. അവിടെ ഒരു 40-45 ആൾക്ക്. അതെ അല്ലേ? സന്തോഷം. താറാവിനെ പിടിക്കണം. താറാവിന് ഇപ്പോൾ വേണ്ട ചേട്ടാ. അത് താറാവല്ലേ? നാട്ടുതാറാവാ. നാട്ടുതാറാവ്. സൈമൻ ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് തുഴക്കാരനാണ്. പക്ഷേ എൻ്റെ ജീവിതം എനിക്ക് ജീവിച്ച് തീർക്കേണ്ടതുകൊണ്ട് അടുത്ത് വെള്ളം കറങ്ങാൻ ആൾക്കാർ ഇതിൽ വരുന്നുണ്ട്. ആണല്ലേ? അത് പൊളി സാധനം. ഇതാണ് കുത്തുവല. ഇതിലാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുത്തി വെക്കും. ഇപ്പോൾ ഇതാ മീൻ പിടിക്കാനുള്ള വല ഇടുകയാണ്. എന്തോരം മീനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നല്ല കത്തുന്ന വെയിലാണിപ്പോൾ. വലയിട്ട് കഴിയാനായിട്ടുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. അടുത്ത വല പൊന്തിക്കുകയാണ്. ഇതിൽ ഈ ഭാഗത്ത് എന്തോരം മീനുണ്ടെന്ന് നമുക്ക് നോക്കാം. ആ, പിലോപ്പി കിട്ടിയിട്ടുണ്ട്. വലിയ പിലോപ്പിയാണ്. ഏകദേശം 1/2 കിലോ ഉള്ള പിലോപ്പിയാണെന്ന് തോന്നുന്നു. ആ, അവൻ കുടുങ്ങിയിട്ടുണ്ട്. രമൻ ചേട്ടാ താഴെ ഇട്ടോ നോക്ക്. താഴെ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഉള്ളോ? എന്നാ മാറ്, ഞാൻ വരാനി. ഓക്കെ ഓക്കെ, പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ. ഓക്കെ, ഇപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളിവിടെ കിട്ടിയപ്പോൾ ആകെ 2 എണ്ണേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അവർ കുറച്ചുകൂടെ ദൂരേക്ക് പോയിട്ട് അവിടെ ഒന്ന് ഇടാനുള്ളൊരു പരിപാടിയാണ്. അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ. ഒരുപാട് വലിയ മീനുകളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. കുറച്ച് അങ്ങോട്ട് പോകട്ടെ. അവിടെ ഒന്നുകൂടെ ഇടാനുള്ള ഒരിതിലാണ്. അവരേകദേശം വല പൊക്കുന്നതാണ്. എത്ര കിട്ടിയെന്ന് നമുക്കറിയില്ല. നോക്കാം നമുക്ക്.
പൊക്കിയിട്ടുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂറായി ഇതിൽ കളിക്കാൻ തുടങ്ങിയിട്ട്. നോക്കാം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എന്ന്. ഏകദേശം വലയൊക്കെ പൊക്കിയിട്ടുണ്ട്. മച്ചാൻ സന്തോഷത്തിലാണ്. ഏകദേശം കുറച്ച് കിട്ടി. ഓക്കെ, അപ്പോൾ അവർ ഏകദേശം വന്നിട്ടുണ്ട്. ഏകദേശം കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വരാലുണ്ട്. ഏകദേശം വെറൈറ്റി മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5-2 മണിക്കൂറായി ഞങ്ങൾ ഈ പിടുത്തം തുടങ്ങിയിട്ട്. വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് കിട്ടിയ മാതിരി അല്ല. ഏകദേശം കഴിഞ്ഞു. ചുറ്റി നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ സൈമൻ ചേട്ടൻ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കും. ഞങ്ങളെ ചാനലിൽ അറിയിച്ചാൽ മതി, കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. സൈമൻ ചേട്ടാ കൊണ്ട് കാണിക്കൂലേ? കാണിക്കും. ഏത് ദിവസം വന്നാലും സൈമൻ ചേട്ടൻ ഇവിടെ ഉണ്ടാവും. സൈമൻ ചേട്ടൻ്റെ നമ്പർ ഞങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. ഡാമിലെ മീൻപിടുത്തം കഴിഞ്ഞു. ഇനി നമ്മളിത് ഗ്രില്ലടിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ ഈ മീനിനെ കനലിലാണ് ചുടാൻ പോകുന്നത്. കൂടെ വരാല് മുളയിൽ ഗ്രില്ല് ചെയ്യാണ്. കപ്പ കനലിൽ ചുടുന്നുണ്ട്. പുതിയൊരു വെറൈറ്റി മീൻ നന്നാക്കാണ് ഇപ്പം നമ്മൾ. ആദ്യം ഇവിടെ ഒരു വരടുക, ഈ സൈഡിൽ. അടുത്ത് ഇവിടെ ഒരു വരടുക. എന്നിട്ട് ഈ തൊലി കൊണ്ട് പിടിക്കുക. എന്നിട്ട് ഇതാ കുറച്ചൊക്കെ ഇറച്ചി പോകും, എന്നാലും നമ്മൾ പ്രൊഫഷണൽ അല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ വലിച്ചു ഊരുക. അടുത്ത് ഈ സൈഡും അതുപോലെ പിടിക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ: തക്കാളി, പിന്നെ ചെറിയ പച്ചമുളക്, ഉണ്ട, ഉള്ളി, ക്യാരറ്റ്, 2 ചെറുനാരങ്ങ. കപ്പ വേറെ നമുക്ക് ചുടാനുള്ളതാണ്. ഗ്രില്ല് ചെയ്യാനുള്ള വരാല് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തോല് കളഞ്ഞിട്ട് ഇനി ചാരത്തിലിട്ട് ഉരയ്ക്കണം, എന്നാലേ ഇവൻ റെഡിയാവുള്ളൂ. കഴിഞ്ഞു. ഗ്യാസിനുള്ള കടുക് വറുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മപ്പാസ് ആയതുകൊണ്ട് ലേശം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. എങ്ങനെയുണ്ട് സൗണ്ട്? നല്ല സൗണ്ട്. ലേശം ചുവന്ന മുളക് ചെറുതാക്കിയിട്ടിട്ട് അതവിടെ കിടന്ന് മൂക്കട്ടെ. ഉള്ളി ഇട്ട് നമ്മൾ ചെറിയുള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവനൊന്ന് വഴറ്റട്ടെ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കളയല്ലേ, ഉള്ളി ഏകദേശം ആയിട്ടുണ്ടെന്ന് പറയാം. മഴ ഇപ്പം ചാറിന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഈ കനലൊക്കെ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും
മസാല തേച്ച് വിടാറില്ല. സ്പൂണോടെ സ്പൂണ് എടാ ഈ പളയം ചേർത്തിട്ട് ഞാൻ നോക്കട്ടെ. എന്ത് ഇത് കുതിർന്നിട്ടില്ല, അത് പോവുക പെട്ടെന്നോ. എടാ മുത്തോണിയാ അതെടുത്തില്ലേ? ഇല്ലേ എന്നിട്ട് കനൽ ഒഴിവാക്കി. എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ ആ കനലിലിട്. ഇത് എന്താടാ എന്ത് വന്നു സൂപ്പറായിട്ട് എടാ ഇനി ഇത് ഇതിന്റെ മുകളിൽ കനലിട്ടിട്ട് എടുക്കുക. അച്ഛനെ മുകളിൽ കനലിട്ടിട്ട് എടുക്കുക. സംസാരം ഇല്ലെങ്കിൽ തന്നെ ഒരു വ്യക്തിയല്ല. ഉപ്പിടുക നമ്മൾ. എന്തിനാന്ന് മീൻ ഗ്രില്ല് ചെയ്യാനോ കേട്ടോ. ഓക്കെ ഇതിലുള്ള മീന് കോർത്തോണ്ടിരിക്കുകയാണ്. മുളയിലാണ് കോർക്കുന്നത്. എടുക്കാന്ന് പറ. അവിടെ വെച്ചിട്ട് തന്നെ അതങ്ങനെ വെക്കണം. ഗ്രേവി എല്ലാം ഇതായിട്ട് നമ്മൾ ചുട്ട കപ്പ കൂട്ടി അടിക്കാൻ പോവാണ്. അടിപൊളി രസമായിട്ടുണ്ട്. ഒരു മീൻ ഇങ്ങനെ നുള്ളുക. വലുതൊക്കെ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. മീൻ മപ്പാസും കപ്പ ചുട്ടതും ഒക്കെ. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത ബ്രാല് എടുത്ത് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്, ഇലയിലേക്ക് വിളമ്പിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.